പുതിയൊരു വാർത്ത. 35 കോടിയാണ് ഒരു MLA തമിഴ്നാട്ടിൽ അയാൾക്കുള്ള വില. പശ്ചിമ ബംഗാളിൽ 20ഓളം MP മാർ കൂറുമാറി, 60ഓളം MLA മാർ കൂറുമാറി. അവരെയൊക്കെയും ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചു. പക്ഷേ പശ്ചിമ ബംഗാളിൽ 20ഓളം MP മാർ കൂറുമാറി, 60ഓളം MLA മാർ കൂറുമാറി. അവരെയൊക്കെയും ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചു. പക്ഷേ ആളുകൾ വിശ്വസിച്ചു വിൽക്കുന്ന സ്വർണവും വെള്ളിയും കാശുമൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്. എത്രത്തോളം വലാ തഹുൻമൻ ഖാനക്ക, നിന്നെ ചതിച്ചവനെ പോലും, നിന്നെ ചീറ്റ് ചെയ്ത ആൾ, വഞ്ചിച്ച ആൾ, അവനെ പോലും തിരിച്ച് അതേ നാണയത്തിൽ നീ തിരിച്ചടിക്കാൻ പാടില്ല, അവനെ ചതിക്കാൻ പാടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവർകളെ ശത്രുക്കൾ പോലും സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിക്കാറുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഒരാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം അളക്കുന്നതിൽ പ്രധാന അളവുകോലാണ് അയാളുടെ വിശ്വസ്തത എന്ന് പറഞ്ഞത്. എത്രമേൽ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളുമോ അതനുസരിച്ചായിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം നാം മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പുതിയൊരു വാർത്ത. 35 കോടിയാണ് ഒരു MLA തമിഴ്നാട്ടിൽ അയാൾക്കുള്ള വില. ആളുകളൊക്കെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു വ്യക്തി, അയാളുടെ ഐഡിയോളജി, അയാളുടെ നിലപാട്, അയാളുടെ രാഷ്ട്രീയം കണ്ടിട്ടാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. പക്ഷേ വോട്ട് ലഭിച്ചു, സ്ഥാനാർത്ഥി വിജയിച്ചു, അതിനുശേഷം കൂറുമാറുന്നു കാശിന് വേണ്ടി. പശ്ചിമ ബംഗാളിൽ 20ഓളം MP മാർ കൂറുമാറി, 60ഓളം MLA മാർ കൂറുമാറി. അവരെയൊക്കെയും ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചു. പക്ഷേ അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായ, നേരെ ഓപ്പോസിറ്റിലുള്ള ഐഡിയോളജി നിലനിർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അവർ കൂടുമാറുകയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, ചതിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു വിശ്വാസം നമ്മളിൽ അർപ്പിക്കാൻ സാധിച്ചാൽ അതൊരിക്കലും നാം ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. അത് സമ്പത്താണെങ്കിലും ശരി, നമ്മെക്കുറിച്ചുള്ളൊരു വിശ്വാസമാണെങ്കിലും ശരി. നമുക്കറിയാം, അയോധ്യയിൽ 200 കോടിയുടെ കൊള്ളയാണ് നടന്നത്. സ്വർണവും വെള്ളിയും മറ്റും അടിച്ചു മാറ്റുന്നു. അതേപോലെ ആളുകൾ വിശ്വസിച്ചു, ഭക്തരായ ആളുകൾ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന സ്വർണവും വെള്ളിയും കാശുമൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അദ്ദിൽ അമാനത്ത ഇലാ മൻ ഇത്തമനക. നിന്നെ വിശ്വസിച്ച ആളിലേക്ക് ആ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം നീ തിരിച്ചേൽപ്പിക്കണം, അവനെ വഞ്ചിക്കാൻ പാടില്ല. അത്രത്തോളം കർക്കശമാണ് ഇസ്ലാമിൻ്റെ നിലപാട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവർകളെ ശത്രുക്കൾ പോലും സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിക്കാറുണ്ടായിരുന്നു. പലായനം ചെയ്യുമ്പോൾ, ഹിജ്റ പോകുമ്പോൾ ആ സൂക്ഷിക്കാൻ തന്ന കാശ് അത് ശത്രുപക്ഷത്തിൻ്റെതായിട്ട് പോലും അതിൻ്റെ വക്താക്കൾക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി മഹാനാരിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുടെ മഹാനാനുവിധങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ വിശ്വാസ്യത എന്നുള്ളത്. അത് കളഞ്ഞു കുളിക്കുന്ന ഒരു പ്രവർത്തനവും ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. ശത്രുവിനെ പോലും നമ്മൾ വഞ്ചിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. അവരുടെ വിശ്വാസം അത് ആ രീതിയിൽ തന്നെ അതിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക.